2025 നീറ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20 ആണ്. ഹൗ മെനി പ്രോഡക്ട്സ് ഇൻക്ലൂഡിംഗ് സ്റ്റീരിയോ ഐസോമേഴ്സ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റീരിയോ ഐസോമേഴ്സിന് ഇൻക്ലൂഡ് ചെയ്യണം. ആർ എക്സ്പെക്ട് ഫോർ മോണോക്ലോറിനേഷൻ ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്. ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്, അതിനെ മോണോക്ലോറിനേഷൻ നടത്തിയാൽ, ഒരു കോമ്പൗണ്ട് കൊടുത്തിട്ടുണ്ട്, അതിനെ മോണോക്ലോറിനേഷൻ നടത്തിയാൽ എത്ര പ്രോഡക്റ്റുകൾ ഫോം ചെയ്യും, ഇൻക്ലൂഡിംഗ് സ്റ്റീരിയോ ഐസോമേഴ്സ് ആണ് നമ്മൾ നോക്കാം. ഓക്കെ, നമ്മൾ ഒരു പ്രോഡക്റ്റ് എഴുതി വെക്കാം. അതായത് ഇവിടെയുള്ള ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാലും ഇവിടെയുള്ള ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാലും ഒരേ പ്രോഡക്റ്റ് ഉണ്ടാവുക. കാരണം ഇവർ ഐഡന്റിക്കൽ കാർബൺ അല്ലെ, രണ്ടും ഒരുപോലെയാണ് അല്ലെ. ഇനി ഇവിടെ നോക്കിക്കോ, ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വരിക, നമ്മൾ ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാൽ ഒരു പ്രോഡക്റ്റ് എഴുതുക, CH2 Cl CH CH3 CH2 CH3, ഒരു പ്രോഡക്റ്റ് ഇതാണ്. ഇനി ഈ ക്ലോറിൻ, ഇവിടെയുള്ള ക്ലോറിൻ ഇവിടെ വന്നാലും അതേ IUPAC നെയിം തന്നെയാണ്. ആ കോമ്പൗണ്ട് IUPAC നെയിമിൽ മാറ്റം വരാൻ പോകുന്നില്ല. സോ ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാലും ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാലും ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. സോ ഒരു പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്തു. ഇനി രണ്ടാമത്തെ പ്രോഡക്റ്റ്, ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാൽ വേറൊരു പ്രോഡക്റ്റ് ഫോം ചെയ്യും, രണ്ടാമത്തെ പ്രോഡക്റ്റ്. ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാൽ മൂന്നാമതൊരു പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാൽ നാലാമതൊരു പ്രോഡക്റ്റ് ഫോം ചെയ്യും. അപ്പൊ ഇവിടെ തന്നെ 4 പ്രോഡക്റ്റ് ആയി. സ്ട്രക്ചറൽ ഐസോമർ തന്നെ 4 പ്രോഡക്റ്റ് ആയി മാറി. ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാൽ ഒരു പ്രോഡക്റ്റ്, അതേ പ്രോഡക്റ്റ് തന്നെ ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാൽ വരിക. സോ ഇവർ രണ്ടുപേരെ ഒന്നായിട്ട് കരുതിയാൽ മതി. ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാൽ രണ്ടാമത്തെ പ്രോഡക്റ്റ്, ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാൽ മൂന്നാമത്തെ പ്രോഡക്റ്റ്, ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വന്നാൽ നാലാമത്തെ പ്രോഡക്റ്റ്. ഇനി സ്റ്റീരിയോ ഐസോമേഴ്സ് പോസിബിൾ ആണ് നോക്കാം. നമ്മളിതാ വേറെ ഈ ഒരു മോണോക്ലോറിനേഷൻ പ്രോഡക്റ്റ് ചെയ്താ CH3 CH, ഇവിടെ ഹൈഡ്രജൻ മാറി ക്ലോറിൻ വരികയെന്നായിരിക്കും, CH3. ഇതൊരു പ്രോഡക്റ്റ് ആണ്. യെസ്, ഇതിന്റെ സ്റ്റാർ മാർക്ക് ഇടുക. നോക്കുക, 1 2 3 4 ഡിഫറെന്റ് ഗ്രൂപ്പ്. ഈ കാർബൺ വിളിക്കുന്ന പേരാണ് കൈറാൾ കാർബൺ ഓർ ചിറാൾ കാർബൺ. എന്താ വിളിക്കുക? ചിറാൾ കാർബൺ ഓർ കൈറാൾ കാർബൺ. ആ കൈറാൾ കാർബണിലെ കോമ്പൗണ്ട് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. അതിന്റെ ഡീറ്റെയിൽ ഫോം ഒക്കെ പിന്നീട് നമുക്ക് പറയാം. ഈ കോമ്പൗണ്ടിൽ കൈറാൾ കാർബൺ ഉണ്ട്. സോ ഇതൊരു ഡെക്സ്ട്രോ ഐറാൻഷ്യോമർ ആണെങ്കിൽ ഇതിന് വേറെ ലിയോ ഐറാൻഷ്യോമർ ഉണ്ട്, ഇതിന് വേറെ ഐസോമർ ഉണ്ടാവും. സോ 2 സ്റ്റീരിയോ ഐസോമേഴ്സ് ഉണ്ട്, 2 സ്റ്റീരിയോ ഐസോമേഴ്സ്. അതായത് ഇതൊരു ഐസോമർ ആണ്, ഇതിന്റെ മിറർ ഇമേജ് ആയിട്ട് വേറെ ഐസോമർ ഉണ്ടാവും. അപ്പൊ 2 ഐസോമേഴ്സ്. അപ്പൊ സ്റ്റീരിയോ ഐസോമേഴ്സ് 2 വന്നു, സ്ട്രക്ചറൽ ഐസോമേഴ്സ് 4 വന്നു. ടോട്ടൽ എത്ര ഐസോമേഴ്സ്? ടോട്ടലി 6 ഐസോമേഴ്സ് നമുക്ക് പോസിബിൾ ആണ് ഈ കോമ്പൗണ്ട് അല്ലേ.